നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തും മറുഭാഗത്ത് LDF സ്ഥാനാർത്ഥിയായി M സ്വരാജും വന്നു. NDA അതായത് BDJS ആണ് NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത്. അത് ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് സൂചന. എന്തായാലും മൂന്ന് മുന്നണികളും അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് നിലമ്പൂരിൽ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം അൻവറിൻ്റെ ഭാവി തന്നെയാണ്. അൻവർ സ്വതന്ത്രനായി മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ പേടിപ്പിച്ചെങ്കിലും അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. എന്തായാലും താൻ മത്സരിക്കാനില്ല, UDFിലേക്ക് ഇനിയില്ല. PD സതീശൻ പിണറായിയേക്കാൾ വളരെ മോശപ്പെട്ട ആളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നത് എന്തിനായിരുന്നു LDF വിട്ട് PV അൻവർ പുറത്തേക്ക് പോയത് എന്നതാണ്. അതിൽ വ്യക്തമായ മറുപടി സത്യത്തിൽ PV അൻവർ ഇതുവരെയും ജനങ്ങൾക്ക് മുന്നിൽ നൽകിയിട്ടില്ല. പറയുമ്പോൾ വാർത്താ സമ്മേളനത്തിൽ ADGP അജിത് കുമാറിനെയും P ശശിയുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പിണറായിസം എന്നൊക്കെ പറഞ്ഞ് ഒരു ഒഴുക്കൻ മട്ടിൽ പോവുക അല്ലാതെ കൃത്യമായൊരു മറുപടി എന്തിന് താൻ LDF വിട്ടു, ഒരു LDF സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ നിലമ്പൂരിന് ചെയ്തില്ല, അല്ലെങ്കിൽ നിലമ്പൂരിലെ വികസന പദ്ധതികൾക്ക് എന്ത് മുടക്കം വരുത്തി പിണറായി സർക്കാർ, അങ്ങനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ PV അൻവറിന് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പമാണ് ഇപ്പോൾ CPM PV അൻവറിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങൾ സഹിതം കൃത്യമായും അത് പ്രചരിക്കുന്നുണ്ട്. CPM പറയുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് പിണറായിയും PV അൻവറും തമ്മിൽ തെറ്റിയത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും PV അൻവറും തമ്മിൽ തെറ്റാനുള്ള കാരണം അതാണ്. അതായത് സ്വർണം പിടിച്ചതോടുകൂടി PV അൻവർ കടത്തുന്ന സ്വർണം പിടിച്ചെടുക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തിയതോടുകൂടിയാണ് PV അൻവറും സംസ്ഥാന സർക്കാരും തമ്മിൽ തെറ്റിയത്. അവിടെ മുതലാണ് PV അൻവർക്ക് പിണറായി വിജയനോട് ദേഷ്യം തോന്നിത്തുടങ്ങിയത്, വിരോധം തോന്നിത്തുടങ്ങിയത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇപ്പോൾ CPM വളരെയേറെ ശക്തമായ പ്രചരണം നടത്തുന്നുണ്ട്. മാത്രമല്ല താൻ മത്സരിക്കാനില്ല, തൻ്റെ കയ്യിൽ 10 പൈസയില്ല എന്നാണ് PV അൻവർ ഇപ്പോൾ പറയുന്നത്. അതായത് സ്വർണ്ണക്കടത്തൊക്കെ നിന്നുപോയി, അതുകൊണ്ടാണ് പണമില്ലാത്തതെന്ന തരത്തിൽ വ്യക്തമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ, ട്രോളുകൾ ഇപ്പോൾ സജീവമായി ഇറങ്ങുന്നുണ്ട്. എന്തായാലും PV അൻവർ നിലമ്പൂരിലെ ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി PV അൻവറിൻ്റെ രാഷ്ട്രീയം ഒന്നുമല്ലാതായി തീരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് അച്ഛൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു, അമ്മയുടെ വീട്ടിൽ എത്തിയുമില്ല എന്നൊരു പഴഞ്ചൊല്ല് മലയാളത്തിലുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. LDFിൽ നിന്ന് പുറപ്പെട്ട് UDFിൽ എങ്ങനെയും കയറിക്കൂടാം എന്ന് കരുതിയിരുന്ന PV അൻവറെ ശക്തമായി എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയതോടുകൂടി PV അൻവർ ഒന്നുമല്ലായ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ് കാണുന്നത്.